ശ്രീജിത്ത്, ഈ ബൂത്ത് തലത്തിലെ കണക്കുകളൊക്കെ ഇതിനോടകം LDF-ന് കിട്ടിയിട്ടുണ്ട്. അവരുടെ വിശകലനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ? ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്ന് സംസാരിച്ച CPM-ന്റെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി മോഹൻദാസുമായാണ്. കെ മോഹൻദാസ് എന്തായാലും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, M സ്വരാജിന് വ്യക്തിപരമായി ഓരോ ബൂത്തിലും ഒരു 10 മുതൽ 20 വരെ വോട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. അത് പെട്ടിയിൽ വീണിട്ടുണ്ട്. അത് ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി കണക്കാക്കിയ വോട്ടുകളല്ല. പാർട്ടി ഇത്തരത്തിൽ പാർട്ടിയുടെ കണക്കിൽ മുകളിലേക്ക് കൊടുത്ത വോട്ടുകളിലും ആ ലിസ്റ്റിലും ആ വോട്ടുകളില്ല. പക്ഷേ പാർട്ടി ഏറ്റവും ഒടുവിൽ വിവിധ ബൂത്ത് സെക്രട്ടറിമാരിൽ നിന്ന് ശേഖരിച്ച കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 1800-നും 3000-നും ഇടയിൽ വിജയമുണ്ടാകുമെന്ന് പറയുന്നത്. അതായത് കൃത്യമായ രീതിയിൽ അൻവറിന് പോകുന്ന വോട്ടുകൾ, അൻവറിന് ചെറിയൊരു ശതമാനം വോട്ടുകൾ പോകുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ CPM-ഉം LDF-ഉം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അൻവറിന് പോകുന്ന വോട്ടുകൾ കൂടി ചേർത്താണ് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1800-ലും അതുപോലെ തന്നെ 3000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം, എന്തായാലും 5000-ൽ താഴെ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, യുവ നേതാവ്, അദ്ദേഹം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി മിഷണറി ചലിക്കാതിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്ത് അവർ വലിയൊരു ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. കരുളായിയിൽ അവർ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ചുങ്കത്തറയിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ പോത്തുകല്ലും കൂടാതെ നിലമ്പൂർ നഗരസഭയും ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലീഡ് മറ്റ് മണ്ഡലങ്ങൾ, അതായത് എടക്കരയിലും അതുപോലെ തന്നെ മൂത്തേടത്തെയും കൂടാതെ വഴിക്കടവിലെയും ലീഡിനെ മറികടക്കാം, UDF ലീഡിനെ മറികടക്കാമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷയുള്ളത്. പാർട്ടിയുടെ ബൂത്ത് സെക്രട്ടറിമാരും പാർട്ടിയുടെ പ്രവർത്തകരും നൽകിയ കണക്ക് അതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് മൂത്തേടം പഞ്ചായത്ത് UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. നേരത്തെ ദീപക് പറഞ്ഞു നിർത്തിയെടുത്തെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ പഞ്ചായത്തിൽ ശക്തമായ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് എന്ന് LDF ഇതിനകം തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് മൂത്തേടം പഞ്ചായത്തിലെ 2 വാർഡുകളിൽ പ്രബലനായ ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കൃത്യമായ രീതിയിൽ അൻവറിന്റെ പക്ഷത്തേക്ക് ചേർന്നു എന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ആ 2 വാർഡുകളിലുള്ള വോട്ടുകൾ കൂട്ടും. UDF-ന്റെ കണക്ക് കൂട്ടൽ ഒരു 3000-ഓളം ലീഡ്, അല്ലെങ്കിൽ 2500 മുതൽ 3000-ഓളം ലീഡാണ്. അതെന്തായാലും മൂത്തേടം പഞ്ചായത്തിൽ ഉണ്ടാകില്ല. അതൊരു 800 വോട്ടിൽ അല്ലെങ്കിൽ 600 വോട്ടിൽ ഒതുങ്ങുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഒരു 1800 മുതൽ 3000 വോട്ട് വരെ വിജയിച്ച് കയറാം. M സ്വരാജ് നിയമസഭയിലേക്ക് പോകുമെന്നും LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്.